ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ ആൻഡ് ലാമ്പ് ലൈറ്റിംഗ് ഡേ ആണ്. 4th ഇയേഴ്സ് സാരി എടുക്കണം നിർബന്ധം പറഞ്ഞുകൊണ്ട് നമ്മൾ സാരിയൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാരി എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആവുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ ലിങ്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, ഇത് മെറ്റീരിയൽ എടുത്തതാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടാസ്ക്കാണ് ഈ ചെരുപ്പ്. ഞാൻ ഇതും കെട്ടിക്കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ഫൗണ്ടേഷൻ എടുത്ത് ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇതിനകത്ത് ഉപ്പ് പഞ്ചസാര പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാരണം എനിക്ക് BP-യുടെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മറ്റേ ഡിജിറ്റൽ കമ്മിറ്റി ആയതുകൊണ്ട് ഫുൾ ടൈം ആ സിസ്റ്റം മാനേജ് ചെയ്യുന്ന അവരോട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് മിസ്റ്റർ ചണ്ടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രഷേഴ്സ് ഒക്കെ ലൈനായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നുണ്ടായിരുന്നു. അവരുടെ ലാമ്പ് ലൈറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോണത്. പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മൾ ഉറക്കളച്ചിരുന്ന് ചെയ്തവർക്കൊക്കെ ഈ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈനായിട്ട് നിൽക്കുവാണ്. അവരുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് റിസൾട്ട് വന്നെന്ന് ആരൊക്കെയോ ഫേക്ക് ന്യൂസ് ഇറക്കിയത്. ഞങ്ങൾ ഇതിന് റിസൾട്ട് നോക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ റൂബി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയോട് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല, സമയമില്ലായിരുന്നു. പിന്നെ ലാമ്പ് ലൈറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കൾച്ചറൽസ് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റിയത്. എൻ്റെ മെലുമേരിയാണ് എനിക്ക് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ഈ സാരിയൊക്കെ എടുത്ത് ഡാൻസ് കളിക്കുന്നത്. എനിവേ ഗൈസ്, ദിസ് മേ ബി അവർ ലാസ്റ്റ് സ്റ്റേജ്. നമ്മുടെ കോളേജ് ലൈഫിൽ ഇത്ര അടിപൊളി ഒരു സ്റ്റേജ് അവസാനമായിട്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയും കൾച്ചറൽസ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു കോൺസെർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു, പക്ഷെ സംഭവം അടിപൊളിയായി. മിസ്റ്റർ ചണ്ടക്കാരൻ്റെ ഇൻസ്റ്റന്റ് DJ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കിടന്ന് തുള്ളണ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറാട്ടോ. സാറ് ചുമ്മാ വൈബാണ്. പിന്നെ ഞങ്ങൾ സുദീപായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് റൊമാരി റൊട്ടി കബാബും ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം അടിപൊളി ഡിന്നർ ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ഡേ അടിച്ച് പൊളിച്ച് തകർത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ ബൈ.